ക്യാമറമാൻ അലസിന്റെ കലവിരുതാണ് നിങ്ങൾ ഈ കാണുന്നത്. സ്റ്റോറിക്ക് പറ്റിയ ഇതാണ് ഞാറക്കയല്ല, ഇതിന്റെ പേരെന്തൊരു പറഞ്ഞു, ചാരിന്റെ കാ പഴുത്തിറക്കണം. ആരും ഇവിടുന്ന് കഴിക്കരുത്, അടിച്ചു പോകും. ഇവിടെ മൊത്തം ചാരിന്റെ കായാണ്. പഴുത്ത് നിൽക്കുകയാണ് ഇതിൽ മൊത്തം. നെടുമീൻ കിട്ടിയ സ്ഥലത്തേക്കുള്ള പ്രയാണം. ഗൈസ്, ഇവർ പിടിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. ഇന്ന് ഞാൻ തന്നെ ഇറങ്ങിയിട്ട് വരുമെന്നാണ് തോന്നുന്നത്. മീൻ വാങ്ങാൻ ചന്തയിൽ പോകുന്നത് പോലെ ഫ്രഷ് കവറും കൊണ്ടാണ്, ഇത്രയും വലിയ കവറും കൊണ്ടാണ് ഇറങ്ങിയേക്കെടുത്ത് രാവിലെ. തോടുകളിൽ ചില ഗുളികകൾ ഇത് മലിനമാക്കുന്നതാണ്. ഇങ്ങനെയുള്ള കൈതയുടെ ഇടയിൽ നിന്നുള്ള ഷോട്ടുകൾ നല്ല ഷോട്ടുകളാണ്. ഈ പൊത്തിൻ്റെ ഇടകളിൽ നെടുമീനുകൾ ധാരാളം കണ്ടുവരുന്നതാണ്. പക്ഷെ നമുക്കിതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഇവിടെ നുണ പറയുന്ന, പക്ഷെ വേറെ മാമന്മാർ വന്ന് പിടിച്ചോണ്ട് പോകും. ചൂണ്ടക്കാരിറങ്ങുന്ന മെയിൻ സ്പോട്ടുകളാണ് ഈ കാണുന്നത്. ഗൈസ്, പുതിയൊരു ഐഡിയ ഞാൻ കൊണ്ടുവരാം. സ്റ്റോപ്പ്. നമുക്ക് കുറുക്കെ വെച്ചിട്ട് നമ്മൾ അനക്കി വരാം. നമ്മൾ രണ്ടുപേരുണ്ട് അനക്കാൻ വേണ്ടി. ഞാൻ പിന്നെ ഈ തോടെടുത്തോണ്ട് വന്നത് അനക്കാൻ വേണ്ടിയാണ്. കണ്ട, ഇതുവരെയായിട്ടും ഒന്നും കിട്ടില്ലല്ലോ. ഗിസ്കാരന്റെ എന്താണ് അഭിപ്രായം? എന്താണ് പറയണം? ചെറുതല്ലേ കിട്ടുന്നുള്ളൂ. അപ്പൊ നായകൻ ഇറങ്ങാന്നുള്ള വോട്ട് ചെയ്യുന്ന വോട്ടില്ല. ഒഴുക്കത്ത് പിടിക്കുന്ന അവിടെ കറക്കി എടുക്കൂ. എന്റെ ഗുളിയാ അതിന്റെ അകത്തായി. അതെങ്ങനെ തോന്നുന്നു? ഒരൊറ്റൊരെണ്ണം ഇത് കൊക്കേന മയക്കുമരുന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് വെറും ഗുളിക മാത്രം. ഡാഡയുടെ ഫ്രഷ് ഉടുപ്പാണിത്. നീ പോട്ട്, നിങ്ങളെ സൈഡ് വാരം കയറിയിട്ട് അവിടെ കൊണ്ട് വെക്കണമായിരുന്നു. നടുക്കൂടെ ഇറങ്ങിയിട്ട് എന്തുമാത്രം മീൻ പിടിച്ചിട്ടുള്ള. അതെ അതെ. വാവ് ഗൈസ്, അങ്ങനെ ഏറെ നേരം കഴിഞ്ഞ് ആരലിന്റെ കുട്ടി ഇത് പാമ്പാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. നമുക്ക് പുറത്തെടുക്കാം. പുറത്തെടുക്കുന്ന ആളാണ്. നോക്കണമെന്ന് തോന്നുന്നു ഗൈസ്. എവിടെയാണെന്ന് കാണിരിക്കുന്നു. ഇത് പുറം കാണുമ്പോൾ ചെറുകുഞ്ഞിനെ പോലെ തോന്നും. ആഹാ, വഴിക്ക് പോകുന്നു. അപ്പൊ ഇതിന്റെ തള്ള എവിടെയെങ്കിലും കാണും. തള്ളയോ കുട്ടി പാമ്പ് അത്ര കുത്തിയിരിക്കുന്നു ഗൈസ്. അതിന്റെ മോന വളർത്താം. കൂട്ടിൽ വിട്ടോ. ചെറുതാണ് ഇത്. വിട്ടേണ്ടത് പോണ നോക്കട്ടോ. വന്ന് കയറും എന്റെ ഇടയിൽ. ഇവിടെ വെറൈറ്റി മീനുകൾ, ഈ തൊട്ടിൽ വെറൈറ്റി മീനുകൾ കിട്ടുന്ന ഒരു ഏരിയയാണ്. പക്ഷെ നമുക്ക് മാത്രം കിട്ടൂല. അതാണ് വേറൊരു പ്രത്യേകത. വലയം ഇന്ന് ഗൈസ് ഗൈസ് അങ്ങനെ ഏറെ നേരം കഴിഞ്ഞ് കുറച്ച് ചാകര കിട്ടിയിരിക്കുകയാണ്. ഇന്ന് ഞാനാണ് മീൻ കിട്ടുന്നത്. ഒരു വലിയ മീൻ അങ്ങനെ കുറെ നേരത്തിന് ശേഷമാണ് കിട്ടിയിരിക്കുന്നത്. മാത്രം പ്രാണികൾ. ഇവിടെ പ്രാണി വളർത്തൽ കേന്ദ്രമാണോ? പ്രാണി വെറൈറ്റി മീനുകളാണ് ഇതൊക്കെ. പ്രാണി മീൻ. എടാ അവിടെ വേടാ. ഇത് രംഗാണ്. പോ. അയ്യോ ചെല്ല്. കവർന്ന് അയ്യോ, എല്ലാം ബാക്കേ കിട്ടിയുള്ളൂ. എന്നാ ഫോൺ പിടി, ക്യാമറ പിടി. അലസണ്ടിൽ മാത്രം സുഹൃത്തുക്കളെ. എന്താടാ അത്? എന്തരാ സാധനം കിട്ടിയടേ? വാടേ അതല്ലേ നേരത്തെ കിട്ടിയ. ഇത് കൊല്ലത്തിട്ട് ഇട്. കോമഡികളായിരുന്നു. ദോഷമാവുണ്ടല്ലോ വീട്ടില്. ദോഷം ഉണ്ടായി
ഫ്രഷ് ആയിട്ട് പ്രത്യേക ശ്രദ്ധയ്ക്ക്. അൽസേന്റെ വീട്ടിൽ ദോശമാവുണ്ട്. ഇപ്പം വന്നാ കിട്ടോ അത് എന്ത് പൊക്കിയായിരിക്കുമല്ലോ. എന്നാലും കിട്ടി മീന്. ഇവിടെ അഴിച്ചുകൊണ്ടിരിക്കും വൈകുന്നേരം വരെ. ആ അതാണ് സൈഡിൽ കൂടെ അങ്ങ് നമ്മുടെ കലാകാരന്മാർ തന്നെ മണ്ടേ കൂടെ അരിച്ചാലും മീൻ കിട്ടും. പക്ഷെ ആവശ്യത്തിന് അരിച്ച മീൻ കിട്ടും. ലോകത്തിലെ ഏക ഫിഷിംഗ് ആൾക്കാരാണ് ഇവരെ വിൽക്കണം. നമ്മുടെ ഇവിടെ ഒട്ടും വെറും 100 രൂപയ്ക്ക് സാധനം. ഇവിടെയൊക്കെ എന്തൊരു വെള്ളം അല്ലേ? ഏതെങ്കിലും പയ്യന്മാര് മീൻ പിടിക്കാൻ വേണ്ടി പയ്യന്മാരെ വാടകയ്ക്ക് വിളിക്കാം. ആ അല്ലേ? ഈ പാലക്കാട്ടൊക്കെ എവിടെയെങ്കിലും പാലക്കാടാ. എന്നിട്ട് ഇവരങ്ങനെ കൊടുക്കും നമ്മള് സെയിലിട്ടിട്ട്. അവര് കൃത്യമായി ഒരു തോടൊക്കെ മൊത്തം അഴിച്ച് വാങ്ങി. എന്താടാ മൂത്തുപിടി? എന്താടാ ഇത്? അല്ല ഇവിടെ എന്താ ഇത്ര വെള്ളം? ഇവിടെയൊക്കെ നമ്മളന്ന് തേവിയ സ്ഥലമല്ലേ? അവൻ അവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ നീ അങ്ങ് പോണോണ്ടാണ് നമ്മളെ തെങ്ങിൻ തടി. നമ്മൾ വീഡിയോയിൽ കാണിക്കാതെ എത്ര സ്ഥലം തേവിയിട്ടുണ്ട്. ഇവിടെ താഴെ ചോദിക്കും ഇതേതായിട്ട് മീൻ പിടുത്തമാണ്, പിന്നെ എന്തെങ്കിലും പേരുണ്ടോ? താഴേക്ക് പോകും മീനുകൾ മുകളിലേക്ക് കയറ്റും. കറങ്ങി വരട്ടെ. ഞാൻ കട്ട് ചെയ്ത് കളയേണ്ടി വരുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എന്തൊരു സങ്കടം. ധാരാളം കാണും. ഇവിടെയൊക്കെ പഴയ ചാകരമുക്കായിരുന്നു. ചാകരമുക്കെന്ന് വെച്ചാൽ മീനുകളുള്ള സ്ഥലമായിരുന്നു. അത് അദ്ദേഹം തർജ്ജമ ചെയ്യും. ഞാൻ മലയാളത്തിൽ പറയും. വാവ്, ഇവിടെ എങ്ങനെ അരിച്ചാലും മീൻ കിട്ടുന്ന ഏക കലാകാരന്മാർ ബന്ധപ്പെടൂ. 04712333. മേലായി നമ്പർ മിതമായ രീതിക്ക് വന്ന് വലുതുണ്ടായിരുന്നേ അത് ഒഴുകി കളഞ്ഞ്. ഇവരൊക്കെ വലുതൊക്കെ എടുത്ത് കളയും. ചെറുതെല്ലാം പറക്കി കവർ തരും. അതുകൊണ്ട് നിങ്ങൾക്ക് വിളിക്കാം. നിഷ്ഠതയോടെ ചെയ്തു തരും. ഇനി കരയിൽ നിന്ന് കുറച്ച് വാടക കഴിക്കാം. അവിടെ പ്രത്യേക ഒരു സ്ഥലമാണ്. അവിടെ അങ്ങനെ അരിക്കാൻ എക്സ്പീരിയൻമെന്റ് ഇല്ലാത്തവർക്ക് പറ്റില്ല. കിട്ടിയിരിക്കുന്നു. ചെന്ന് മേടിച്ചിട്ടോ ഞാൻ ഇവിടെ നിൽക്കും. ഇത് വൈഡ് ആംഗിൾ ആണോ അതോ 3x ആണോ? 4x. അനങ്ങാതിരിക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ പിടിക്കണം നോക്ക്. ഇല്ല ക്യാമറ കണ്ടുള്ളൂ. അടച്ചു വെച്ചേക്കണം. വന്നാണ് തുറന്നുവിടും. ഇവിടെ ഇതെന്തൊരു അടിയായിരിക്കും. പോലീസിന് നേരത്തെ ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്ഥലത്തോട്ടാണ് അവന്മാര് പോണ. കാരണം ഈ വീഡിയോ ഇറങ്ങാൻ പറയും അംഗൻവാടി പോയി പഠിക്കണം. ശരി ഇവന്മാരെ ഈ ഫോണില് ക്യാമറ കാണുമ്പോഴേ കൊച്ചു പിള്ളേരെ കണക്കിരിക്കും. കിട്ടാതെ വരും. അത് വാ വെറുതെ പോവാം. സൈഡ് വരെ കയറ്റിട്ട് തന്നെ അടുത്തെത്തിച്ച് പിന്നെ ഒന്നും കൂടെ പെട്ടെന്ന് കയറ്റിയത് നോക്കണം. ചേർന്നുകൾ ഇത്രയും വലിയ വല വാങ്ങിച്ചിട്ട് കാണിക്കണം. ഒട്ടി പോണ്. നേരെ പോ. ഇവിടന്ന് അങ്ങ് അറ്റം വരെ. ആ നിന്റെയൊക്കെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. വലുതുണ്ടെന്ന് പറഞ്ഞ ആഴ്ച അവിടെ ചെല്ലുന്നിടത്ത് ഏതെങ്കിലും കണ്ണിക്കൂടെ പോകും. സിലോപ്പിയ കിട്ടുമ്പോൾ കിട്ടുന്നവൻ കൊണ്ടാറാട്ട്. ഞാൻ വരട്ടെ. ക്യാമറ കാണിക്കണം അത്. അങ്ങനെ ഏറെ നാളുകൾക്ക് ശേഷം ആഘോഷം തുടങ്ങുകയാണ്. ഇത് നാട്ടുകാർക്ക് ഒരു വലിയ മീൻ കിട്ടുന്നില്ല ഉള്ള നമ്മള് തീർത്തു കൊടുത്തിരിക്കുകയാണ്. നമ്മൾ എക്സ്ക്ലൂസീവ് പിന്നെ കാണിക്കുന്നത്. ഇതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് തമ്മിലെല്ലാം കീച്ചിയ അവന്മാരെ നമ്മളടുത്ത കുളത്തിന്ന് പറഞ്ഞാണ്. ഇവിടെ അതിന്റെ അടുത്ത മീനുകൾ കാണും. ഓ അടുത്തത് കായലിന്നാണ് കയറണേന്ന്. ഇവിടെ കായൽ കിടക്കണ്. ചെമ്പല്ലി. ഇതിന്റെ അടുത്ത് ഇത് ഒറിജിനൽ പേര് ചെമ്പല്ലി തന്നെ. എന്താ എനിക്കറിഞ്ഞു. കേക്കാം നമുക്ക്. നിങ്ങൾ കൂടെ അയച്ചു തരാം കേട്ടോ. അറിയാത്തവർ കൂടെ ഇരുന്ന് കേക്കാം. കമന്റ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ അങ്ങ് തുറന്നു വിട്ടാ
കൊള്ളായിരുന്നല്ലേ? മനസ്സ് തുറന്നോട്ടെ. അടുത്ത ചെമ്പല്ലി പിടിയൊന്നും കിട്ടിയില്ലല്ലോ. കൺഗ്രാജുലേഷൻ ചേട്ടാ, കൺഗ്രാജുലേഷൻ ചേട്ടാ. എനിക്ക് തന്നെ വോട്ട് ചെയ്യണമെന്ന് ഇവിടെ കിടിച്ച് ചമ്മന്തി ആയിക്കളാം. ഗോഡൌണിലോട്ട് കയറ്റിയ അപ്പുറം പിന്നെ കയറ്റായിരുന്നു അല്ല നമ്മളെ മീൻ പിടിക്കണ ചില താവട്ടൊക്കെ സ്ഥലം മാറി ചേട്ടാ. വീണ്ടും ഒരാൾ ഒരു കയറിന്റെ സുണ്ടൻ മൊറള് ഈ ഒരെണ്ണം ഒരു കയ്യിൽ ഓടിക്കണോ വേണ്ടല്ലോ. അല്ല മോനെ കൂടെ പൊത്തിറങ്ങി പോലല്ല, പേടിയില്ലെങ്കിൽ ഇറക്കണ്ട. വല്ലാത്തൊരു മൊണ. നമ്മൾ പേടിക്കാൻ പാടില്ല. ആ കല്ല് വെച്ചൊരു ഇടി എന്നിട്ട് എന്റെ കയ്യില് കുഴി തന്നെ ഒന്നും ഇട്ട കുഴപ്പമില്ല. അങ്ങനെ ചുണ്ടൻ വിരലിന് കിട്ടിയിരിക്കുന്നു. ഇന്ന് അനക്കത്തിന്റെ ഇത് ചാകര ഉണ്ടെന്നാണ് തോന്നുന്നത്. വീഡിയോ എടുക്കാത്തോണ്ടേ ഇന്നും തോന്നും കിട്ടിയല്ലോ. ഇന്ന് കൊറേ ദോശ ചെലവാവോലോ എന്റെ കടയിൽ. വീട്ടിൽ കുറച്ച് ദോശ ഉണ്ടെന്നും പറഞ്ഞു. അവിടെ ചെല്ലപ്പന്റെ ചേട്ട എല്ലാം ചുട്ട് വെച്ചേക്കട്. ചുണ്ടമ്പറിൽ പോയിട്ട് വീണ്ടും കൊറേ ചവറുവാറ്റ്. എന്താടേ ഒന്ന് പൊക്കിയാണ് വല വെക്കണേ. ചെറുത് എങ്ങോട്ടാ പോണ? ഒരു വലിയ വല കിട്ടിയപ്പോ ഇവര് കളിക്കുന്നു. ഞാനല്ല കുടിക്കുന്നത്.